ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈൽസ് വിത്ത് അഭിരാമി എന്നാണ്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു Q&A വീഡിയോ ആണ്. കുറേ ദിവസമായി ഞാൻ പോസ്റ്റ് ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ കുറേ അധികം ദിവസങ്ങളായി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരണം എന്ന് വിചാരിക്കുന്നു കേട്ടോ. റിപ്ലൈ തരാതിരിക്കാനായിട്ടൊരു റീസണുണ്ട്. വളരെ കുറച്ച് പേര് മാത്രമേ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം കൂടി കിടക്കട്ടെ, ആരെങ്കിലുമൊക്കെ ഒന്ന് രണ്ടും കൂടി ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചധികം ദിവസങ്ങളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു 5-6 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള റിപ്ലൈ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം എടുക്കാം. അപ്പോൾ ദീപ എന്നാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ് എന്നാണ് ചെയ്തിരിക്കുന്നത്. ലവ് അറേഞ്ച് മാരേജ് അല്ലെങ്കിൽ അറേഞ്ച് ലവ് മാരേജ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ കല്യാണം നടന്നത് 2021 കേട്ടോ. ഒരു നവംബറിലായിരുന്നു. 2021 നവംബർ 21 മാരേജ് നടന്നത്. അപ്പോൾ അതാണ്. ബ്യൂട്ടി കോഡ്സ് അനുഗ്രി, ബ്യൂട്ടി കോഡ്സ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ബ്യൂട്ടി കോഡ്സ് പഠിച്ചിട്ടുണ്ടടാ. അപ്പോൾ ഞാനൊരു 2020 പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വർഷം പഠിച്ചു. പിന്നെ അവിടെ 6 മാസം ഞാൻ ട്രെയിനി ആയിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ DH നെടുമങ്ങാട് പാർലറിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അവസാനമായിട്ട് പിന്നെ മോളൊക്കെ ജനിച്ചതിന് ശേഷം പിന്നെ പോകുന്നുണ്ടായിരുന്നില്ല. ക്യാരിങ് ആയതിനു ശേഷം പിന്നെ ഞാൻ പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ മോൾക്കൊരു 1 വയസ്സൊക്കെ ആയ സമയത്ത്, 1 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1.25 കഴിഞ്ഞ സമയത്ത് MSME ഒരു കോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 45 ദിവസത്തേക്ക് ക്ലാസ്, MSME ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിക്കുന്ന ക്ലാസ് വന്നപ്പോൾ അങ്ങനെ ഞാൻ പോയി അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇങ്ങനെ ഇരിപ്പാണ്. പിന്നെ അതിന് ശേഷം ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഷീല പ്ലേസ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ പ്ലേസ് വന്നിട്ട് കൊല്ലം കുളത്തൂപ്പുഴയിൽ നിന്ന് കുറച്ച് ഒരു 7 കിലോമീറ്റർ അകത്തോട്ടാണ് ഓന്തുച്ചെന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് തിരുവനന്തപുരം നെടുമങ്ങാടാണേ. അപ്പോൾ മോളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. വീണ്ടും ദീപ എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ മോളുടെ പേര് ഗൗതമി വർദ്ധൻ എന്നാണ് അവളുടെ ഫുൾ നെയിം. അവളെ വീട്ടിൽ ആമി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് മോളുടെ പേര്. ട്രാവൽ ബഡീസ് ചോദിക്കുന്നു, ബ്യൂട്ടീഷ്യനാണോ ബ്യൂട്ടീഷ്യനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ, ഞാൻ ബ്യൂട്ടീഷ്യനാണ്. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ അത് രണ്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടി കോഴ്സ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്യൂട്ടീഷ്യനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്യൂട്ടീഷ്യനാണ്. പിന്നെ മോണിറ്റൈസേഷൻ ആയോ എന്ന് ഷീല എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോണിറ്റൈസേഷൻ ഇതുവരെയും ആയിട്ടില്ല. എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോട് അടുക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ലോങ് വീഡിയോസിന് അത്രയധികം റീച്ചൊന്നും ആയിട്ടില്ല. അത്രയും റീച്ചൊന്നും കയറിയിട്ടില്ല കേട്ടോ. എനിക്കൊരു മാക്സിമം ഒരു 4000 അത്രയൊക്കെ വ്യൂസ് മാത്രമേ എനിക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 50,000 മുകളിലോട്ട് 1 lakh അത്രയൊക്കെ ആയാലേ അതും അത്രയും വാച്ച് ചെയ്ത് എൻ്റെ വീഡിയോസ് അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന് കാണുന്നവർ ആ വാച്ചിങ്ങിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മോണിറ്റൈസേഷൻ ആവുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മാക്സിമം ലോങ് വീഡിയോസൊക്കെ 100 പേര് അത്രയൊക്കെ കാണാറുള്ളൂ. അതിലും പകുതി സ്കിപ്പ് ചെയ്ത് പോകുന്നവരാണ് കൂടുതലും. നമുക്ക് നമ്മുടെ അനാലിസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതിൽ സ്കിപ്പ് ചെയ്ത് പോകുന്നവരാണ് കൂടുതലും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് മോണിറ്റൈസേഷൻ ആവില്ല. ഞാനൊരു ഹാഫ് മോണിറ്റൈസേഷൻ ഇതെങ്കിലും ആവുമെന്ന് വിചാരിച്ചു കേട്ടോ. ഇടയ്ക്ക് എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അത്യാവശ്യം വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഒരു 30 ലാക്കിനോടൊക്കെ അടുക്കുന്നു. അപ്പോൾ ഹാഫ് മോണിറ്റൈസേഷന് 30 ലാക്ക് മതിയല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര സന്തോഷിച്ചിരുന്നു. 30 ലാക്ക് ആയല്ലോ. അപ്പോൾ ബാക്കി എല്ലാ വീഡിയോസും കൂടി നോക്കുമ്പോഴും 30 ലാക്കിന് പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഹാഫ് മോണിറ്റൈസേഷനെങ്കിലും ആവുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ആയില്ല കേട്ടോ. എന്ന് വെച്ചാൽ അതിപ്പോഴും 17 ലക്ഷത്തിൽ കിടക്കുന്നതേ ഉള്ളൂ.
അതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ പിറകെ കുറേ നോക്കിയായിരുന്നു, കുറേ നെറ്റിൽ സെർച്ച് ചെയ്തു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ഇതൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ എനിക്ക് അറിയാൻ പറ്റിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അതെന്താ പകുതിയെ കയറുള്ളൂ എന്നറിഞ്ഞില്ല, 30 ലക്ഷത്തിൻ്റെ പകുതിയെ കയറുള്ളൂ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതങ്ങനെ ആയി കിടക്കുകയാണ്. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസ് വൈറലാവുകയാണെങ്കിൽ മോണിറ്റൈസേഷൻ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. പിന്നെ വേറെ ഏതെങ്കിലും കമൻറ്റ്സ് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇല്ല, ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല, ഇത്ര പേര് ഇത്രേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ചാനൽ തുടങ്ങാൻ ഉണ്ടായ റീസൺ വേണമെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ആരും ചോദിച്ചിട്ടില്ല, ഞാൻ പറയാം. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു കാരണങ്ങളും ഇല്ല കേട്ടോ. ഞാൻ ആദ്യം മുതലേ പണ്ട് കാലം എനിക്ക് ബ്യൂട്ടീഷ്യൻ പഠിക്കാനുള്ള ആഗ്രഹം വരുന്നതിന് മുന്നിട്ടേ ഞാൻ നമ്മുടെ സിംപ്ലി മൈ സ്റ്റൈൽ, ഉണ്ണി, പിന്നെ നിള ലൈഫ് സ്റ്റൈൽസ് ഇവരെയൊക്കെ വീഡിയോ ഡെയിലി വാച്ച് ചെയ്തിട്ട് എനിക്ക് അവരൊക്കെ ചെയ്യുന്ന സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാനൊരു ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അവരിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി. എനിക്ക് എങ്ങനെയെങ്കിലും അന്നൊക്കെ എൻ്റെ സ്കിന്ന് ഭയങ്കര അധികത്തിൽ കൂടി പിമ്പിൾസൊക്കെ ഉണ്ട്. പിമ്പിൾസ് വന്ന മാർക്സൊക്കെ ഈ സൈഡിലൊക്കെ തോനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ സ്കിന്ന്. നന്നായിട്ട് ടാനും ഉണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലല്ലോ ഫേസിന്. എന്തോ വിളിക്കുന്നു കേട്ടോ, കുരങ്ങനോ മറ്റോ എന്തോ ആണ്. നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവോ? ഇപ്പം ഏകദേശം തോന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കവേ ഞാൻ ഇതുപോലെയുള്ള സ്കിൻ കെയറുകൾ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ചെയ്ത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം വന്നു ഈ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സിലോട്ട്. അങ്ങനെയാണ് ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബ്യൂട്ടീഷ്യൻ പഠിച്ച് കഴിഞ്ഞു. അങ്ങനെ പിന്നെ കുറേ നാൾ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയിട്ട് കുറേ നാൾ കഴിഞ്ഞു. എനിക്ക് അതിനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോസ് എടുക്കുന്ന എങ്ങനെയെന്ന് അറിയില്ല, പ്രോപ്പറായിട്ട് എടുക്കുന്ന എങ്ങനെയെന്ന് അറിയില്ല, എഡിറ്റ് ചെയ്യുന്നത് അതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അയ്യോ, എനിക്കിങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ നിങ്ങൾ എങ്ങനെ എടുക്കും, അങ്ങനെയൊക്കെ ഒരു മൈൻഡായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് കുഞ്ഞുമായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്തു തുടങ്ങിയത് കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഒരു വീഡിയോ സെക്ഷനിൽ ആദ്യമായിട്ട് ഞാൻ ആമീര എന്തോ 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയും ഞാൻ അങ്ങ് വിട്ട് കളഞ്ഞു കേട്ടോ. ചുമ്മാ ഇട്ട് നോക്കിയതാണ്. അത് കഴിഞ്ഞ് അങ്ങനെയും വിട്ട് കളഞ്ഞു. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് വീഡിയോസ് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ആലോചിക്കുന്നതും. പിന്നെ ഞാൻ ലോങ് വീഡിയോസ് അങ്ങനെ എടുക്കില്ലായിരുന്നു. ഇങ്ങനെ സംസാരിക്കാനൊന്നും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിരുന്നു അപ്ലോഡ് ചെയ്ത് വരുന്നത്. ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് വന്നപ്പോൾ കുറച്ചൊന്ന് 1000 ഒക്കെ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. 1000 പേര് എന്ന് വെച്ചാൽ നമുക്ക് വെറും 30-40 സബ്ബൊക്കെ ഉള്ളൂ. പിന്നെ അത് 100 പക്ഷേ വ്യൂസ് 1000 ഒക്കെ കിട്ടുന്നു. ചിലപ്പോൾ 3000, 4000 അങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. എന്ന് വെച്ചാൽ സബ്സ്ക്രൈബർ കുറച്ചേ ഉള്ളൂ, വ്യൂസ് കൂടുതൽ കിട്ടുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ വീഡിയോസ് പതിയെ ഇട്ട് തുടങ്ങിയത്. ഷോർട്ട് വീഡിയോ ആയിരുന്നു ആദ്യം. പിന്നെ ചെറുതായിട്ട് 1-2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉള്ളത് ലോങ് വീഡിയോ എടുത്ത് പിന്നെ ഇപ്പം ഇങ്ങനെ പതിയെ കയറി വരുന്നേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ എഡിറ്റിങ്ങൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ. ഭയങ്കര പ്രോയായെന്നൊന്നും അല്ല കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് ഇങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. എന്നാലും എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു 7000-ൽ പുറത്ത് സബ്സ്ക്രൈബറായി. അതിൽ ഭയങ്കര സന്തോഷം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും പതിയെ ഇട്ട് തുടങ്ങിയായിരുന്നു വീഡിയോസ്. അപ്പോൾ അതിലും കുറച്ചൊക്കെ റീച്ച് കയറി. അത്യാവശ്യം ഒരു വീഡിയോ ഒക്കെ 2 കോടിയിൽ പുറത്ത് കണ്ടു. അതിൽ ഭയങ്കര അധികം സന്തോഷം. പിന്നെ ബാക്കിയൊക്കെ 10 ലക്ഷം അങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ 1000 അങ്ങനെ 2000, 3000, 10,000 അങ്ങനെ പല റേഞ്ചിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം. അതുപോലെ യൂട്യൂബിലും ഇങ്ങനെ ഇടയ്ക്കൊരു ഷോർട്ട് വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം 1 ലക്ഷം, പിന്നെ എല്ലാം 30,000, 10,000, 5000, പിന്നെ 1000 അങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം. ഈ ഒരു 7000 പേരെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അധികം സന്തോഷമാണ്. ഈ 7000 പേരെന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞതിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിങ്ങളോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദി. തുടർന്ന് അങ്ങോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു കേട്ടോ. ഇനി അടുത്തൊരു Q&A ഒക്കെ ആയിട്ട് എനിക്ക് മോണിറ്റൈസേഷനൊക്കെ ആയി കഴിയുമ്പോൾ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ഞാൻ എൻ്റെ ഈ ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. കാര്യം ഈ ഒരു ഓഗസ്റ്റിലും അങ്ങാണ്ടാണ് ഞാൻ കഴിഞ്ഞ
കഴിഞ്ഞ ഓഗസ്റ്റിലാണ് എടുത്തു തുടങ്ങിയത്. അപ്പോൾ ഈ ഓഗസ്റ്റ് ആകുമ്പോൾ എനിക്ക് 1 വർഷമാവുന്നു. അപ്പോൾ അതിന് മുന്നായിട്ട് മോണിറ്റൈസേഷൻ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.